അപസ്മാരം താക്കോൽ കൊടുത്താൽ അതിൽ ഒരു കാര്യമില്ല. അതായത് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒക്കെ ഉണ്ടാവുന്ന തലച്ചോറിനുള്ളിലാണ്. ഇപ്പോൾ പണ്ടെപ്പോഴെങ്കിലും ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലേ, അത് നമുക്ക് ഒരു താക്കോലൊക്കെ കൊടുത്താൽ അത് കൂടെ ഇലക്ട്രിക്കൽ പോകുന്നുള്ള തോന്നലായിരിക്കാം. പക്ഷെ അതങ്ങനെ ഇതും പുറത്തേക്ക് നമുക്ക് അറിയൊന്നുമില്ല. ഇത് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസാണ്. അത് ചെറിയ മൈക്രോ വോൾട്ട്, അതിൽ താക്കോൽ കൊടുത്തുകൊണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു മെച്ചമൊന്നുമില്ല. നമുക്ക് ഒരാൾക്ക് അപസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ആകെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ. അയാൾക്കൊരു ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഉണ്ടാവുന്ന സ്ഥിതിയാണോ നോക്കുക. അപ്പോൾ ഒരു കൂർപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ അടുത്താണോ, അല്ലെങ്കിൽ അയാൾ വീണാൽ എന്തെങ്കിലും പറ്റുന്ന സ്ഥലത്താണോ, അതുണ്ടെങ്കിൽ അതൊന്നും ഒന്ന് ഒഴിവാക്കുക. പിന്നെ ശ്വാസത്തിന് കിട്ടാത്ത മാതിരി ടൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ അയാൾ മലന്ന് വീഴുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെരിച്ച് കിടത്തണം. ഇപ്പോൾ ഈ ഉമിനീര് ഇറക്കാനോ അല്ലെങ്കിൽ ഈ വായിലൊക്കെ ഇങ്ങനെ ചില ഈ പത പോലെയൊക്കെ ഉണ്ടാവും അപസ്മാരത്തിൻ്റെ നേരത്തെ. ഈ ഉമിനീര് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പത പോലെ വരും. പിന്നെ ശ്വാസവും നേരെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ അവരെ ഒന്ന് ചെരിച്ച് കിടത്തുക. അങ്ങനെയുള്ളവർ ഓരോന്ന് ചെരിച്ച് കിടത്താൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ 5 മിനിറ്റിലേറെ നിൽക്കുന്ന അപസ്മാരമാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. 5 മിനിറ്റിൽ കുറവാണെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുത്തിട്ട് കുറച്ചുകൂടി സമയം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എപിലെപ്സി എന്നത് ആവർത്തിച്ചുണ്ടാകുന്ന ചുഴലികളാൽ പ്രകടമാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. ആർക്കെങ്കിലും ഒരു ചുഴലി ഉണ്ടാകുന്നത് കാണുന്നത് ഭയമുളവാക്കാം. എന്നാൽ ശരിയായ നടപടികളെക്കുറിച്ച് അറിയുന്നത് അവരുടെ സുരക്ഷയിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാം. ഈ സാഹചര്യത്തെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു അപസ്മാരബാധ എന്നാൽ ഒരു രോഗിക്ക് പെട്ടെന്നും അനിയന്ത്രിതമായി ആവർത്തിച്ചും ഉണ്ടാകുന്ന കുലുങ്ങുന്ന ചലനങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് തലച്ചോറിലെ വിദ്യുൽപാകപ്പിഴകൾ മൂലമാണ്. ആ വ്യക്തിയെ പരിക്കിൽ നിന്നും സംരക്ഷിക്കാനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ വ്യക്തി നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ സാവകാശം അവരെ തറയിൽ കിടത്തുക. ചുഴലി സമയത്തു അവർക്കു ഏൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടുത്തതോ മൂർച്ചയുള്ളതോ ആയ വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ അവയെ നീക്കുക. തറയിൽ കിടത്തിയ ശേഷം ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ജാക്കറ്റ് പോലെ മൃദുലവും പരന്നതുമായ എന്തെങ്കിലും അവരുടെ തലയ്ക്കു കീഴിൽ വെച്ച് തറയിൽ മുട്ടുന്നതിൽ നിന്നു സംരക്ഷിക്കുക. ചുഴലി ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സാവകാശം ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. അവരുടെ ശ്വാസനാളം ഒഴിഞ്ഞിരിക്കാനും ഉമിനീരോ ഛർദിയോ ഉണ്ടെങ്കിൽ എളുപ്പം ഒലിച്ചു പോകാനും ഇത് സഹായിക്കും. ചുഴലി തുടരുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അത് എപ്പോൾ തുടങ്ങുന്നുവെന്നും എത്ര നേരം നീണ്ടുനിൽക്കുന്നുവെന്നും കുറിച്ചിടുക. നിങ്ങൾക്കു സഹായം തേടേണ്ടി വന്നാൽ ഈ വിവരം മെഡിക്കൽ വിദഗ്ധർക്ക് നിർണായകമാകും. ഒരു ചുഴലി ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ വ്യക്തിയുടെ വായിൽ ഒന്നും ഇടരുത്. പഴയ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ഇത് കാരണം ആ വ്യക്തിയുടെ പല്ലുകൾ അല്ലെങ്കിൽ താടിക്കു പരിക്കേൽക്കാം. അതുപോലെ ശ്വാസത്തെ തടസ്സപ്പെടുത്താം. മാത്രമല്ല അവരുടെ ചലനങ്ങളെ തടയുകയും അരുത്. ചുഴലി അതിന്റെ ജോലി ചെയ്യട്ടെ, പക്ഷേ ആപത്തുകളിൽ നിന്നും അവരെ സശ്രദ്ധം അകറ്റി നിർത്തുക. ആ വ്യക്തി പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ യാതൊരു ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത്. ചുഴലി നിന്ന ശേഷം പൂർണ്ണമായി ബോധം വീണ്ടെടുക്കുന്നതുവരെ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക. അതിനുശേഷം അവർക്കു ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാന്ദ്യം ഉണ്ടാകാം. ശാന്തമായി സംസാരിച്ചു അവരെ സമാശ്വസിപ്പിക്കുക. അടിയന്തര മെഡിക്കൽ സഹായം എപ്പോൾ വിളിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുഴലി 5 മിനിറ്റിലേറെ നീണ്ടുനിന്നാൽ, ഇടയിൽ ഉണർച്ച ഇല്ലാതെ ആവർത്തിച്ചു ചുഴലികൾ ഉണ്ടായാൽ, ചുഴലി വന്നു പരിക്കേറ്റാൽ, പിന്നീട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഇത് അവരുടെ അറിവായ ആദ്യത്തെ ചുഴലി ആണെങ്കിൽ ഉടനടി സഹായം തേടുക. ഈ ലളിതമായ നടപടികൾ മനസ്സിലാക്കിയാൽ ഒരു അപസ്മാര ചുഴലി അനുഭവിക്കുന്ന ആർക്കും നിർണായക പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയും. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ശാന്തമായി അറിവായ നടപടികൾ എടുക്കുന്നത് ഒരു ശരിയായ വ്യത്യാസം സൃഷ്ടിക്കും.